നമസ്കാരം. ഇന്ന് 3 വിഷയങ്ങളാണ് ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നതെന്ന് മുൻപ് ചെയ്ത വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ഈ 3 വിഷയങ്ങളും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ അവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു അദൃശ്യമായ നൂലുണ്ട്. ആ നൂലിൻ്റെ പേരാണ് ഇസ്ലാമികവൽക്കരണം. LDFിൻ്റെയും UDFിൻ്റെയും ഇസ്ലാമികവൽക്കരണം. മുൻപുള്ള വീഡിയോയിൽ LDFിൻ്റെ ഇസ്ലാമികവൽക്കരണത്തെക്കുറിച്ച് ഒരല്പം വിശദമായി തന്നെ ഞാൻ പ്രേക്ഷകരോട് എൻ്റെ അഭിപ്രായങ്ങൾ പങ്കുവച്ചിരുന്നു. ഈ വീഡിയോയിലെ വിഷയം UDFിലെ ഇസ്ലാമികവൽക്കരണമാണ്. UDFിലെ ഇസ്ലാമികവൽക്കരണം എന്നുള്ളത് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രചാരത്തിലുള്ള വാർത്തയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ഒരു സഖ്യം മാത്രമല്ല. അതിന് ഒരു നീണ്ട ചരിത്രം, ഭാരതത്തിൻ്റെ വിഭജനത്തിൽ ചെന്ന് നിൽക്കുന്ന, അതിന് മുൻപ് തന്നെ ഏതാണ്ട് ഒരു 10-15 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി 3-ാമത്തെ വിഷയത്തിൽ പറയാം. പക്ഷേ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കേരളത്തിലെ UDF ഉള്ളൂ. പുറത്ത് ഇന്ത്യ മുന്നണിയാണ്. അവിടെ കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് അവർ സഖ്യത്തിലുമാണ്. ഇവിടെ കേരൾ മേ ഗുസ്തി, കേരൾ കെ ബാഹർ ദോസ്തി, അതാണ് അവസ്ഥ. അത് വിടൂ. വിഷയത്തിലേക്ക് വന്നാൽ കേരളത്തിലെ UDFിൻ്റെ, കോൺഗ്രസ് നയിക്കുന്ന UDFിൻ്റെ ഇസ്ലാമികവൽക്കരണം അല്ലെങ്കിൽ ഇസ്ലാമിക ശക്തികളുടെ നേരെയുള്ള പ്രീണന മനോഭാവം, അത് ജമാഅത്തെ ഇസ്ലാമിയിലൂടെ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പ്രത്യക്ഷമായി കേരള സമൂഹത്തിൻ്റെ മുൻപിൽ തെളിഞ്ഞു നിൽക്കുന്നത്. ഇതിലുള്ള ഈ അപകടം പലതവണ പ്രേക്ഷകരോട് പങ്കുവച്ചിട്ടുള്ള ഒരു വിഷയമാണെങ്കിൽ കൂടി ഒരു തവണ കൂടി ആവർത്തിക്കുന്നു. കാരണം ജമാഅത്തെ ഇസ്ലാമി ആത്യന്തികമായി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇസ്ലാമികവൽക്കരണം കൊണ്ടുവരണം എന്ന ആശയത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അവർ വിശ്വസിക്കുന്നത് അവരുടെ മതഗ്രന്ഥമായിട്ടുള്ള ഖുർആൻ, അവരുടെ മതഗ്രന്ഥമായ ഖുർആൻ ഏതൊരു ഭരണഘടനയ്ക്കും മുകളിലാണ്. കാരണം അവർ വിശ്വസിക്കുന്നത് ഖുർആൻ ദൈവനിർമ്മിതമാണ്, ഭരണഘടനകളെല്ലാം മനുഷ്യനിർമ്മിതമാണ്. ദൈവനിർമ്മിതമായിട്ടുള്ളൊരു കിതാബ് ഏത് തട്ടിൽ വെച്ച് തൂക്കിയാലും അവരെ സംബന്ധിച്ച് മനുഷ്യനിർമ്മിതമായ ഭരണഘടനകളെക്കാൾ മുകളിലാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നൊരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ഭാരതത്തെ ഇസ്ലാമികവൽക്കരിക്കുക, തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത് പോലും അനിസ്ലാമികമാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അതുമാത്രമല്ല, സർക്കാർ ജോലികളിൽ നിങ്ങൾ ഏർപ്പെടുന്നത് പോലും, അതായത് ഭരണഘടനാ സംവിധാനത്തെ, മനുഷ്യനിർമ്മിതമായൊരു ഭരണഘടനാ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ആ ഭരണഘടനയനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ ദൈനംദിന ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ദൈനംദിന ഒരു ചലനത്തെ അല്ലെങ്കിൽ ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ ചലനത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഏതൊരു തരത്തിൽ നിങ്ങൾ സഹായം ചെയ്താലും, അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി സഹായം ചെയ്താലും, സർക്കാർ ബാങ്കുകളിൽ പണം നിക്ഷേപിച്ചാലും, അത്തരത്തിലുള്ള ഏത് പ്രവൃത്തി നിങ്ങൾ ചെയ്താലും നിങ്ങളൊരു ഇസ്ലാമല്ല, നിങ്ങൾ ചെയ്യുന്നത് തീർത്തും അനിസ്ലാമികമായൊരു പ്രവൃത്തിയാണ് എന്ന് വരെ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ഇന്നേ നാൾ വരെ, ഈ ദിവസം വരെ, ഏപ്രിൽ 8-ാം തീയതി വരെ അവർ അത്തരത്തിലുള്ള ഒരു പ്രസ്താവനയും പിൻവലിക്കുകയോ അത് തെറ്റായിപ്പോയി അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് അങ്ങനെ പറഞ്ഞതാണ്, ഇന്നത്തെ കാലത്ത് ഞങ്ങളുടെ ആശയം അതല്ല എന്നവർ ഒരിക്കലും പറഞ്ഞിട്ടില്ല. VD സതീശൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമി ഒരുപാട് മാറിപ്പോയി. അവരിപ്പോൾ അതൊന്നും പറയാറില്ലല്ലോ. അവരിപ്പോഴും പറയാറുണ്ട്. കാരണം ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ്, ഇതൊന്നും തമ്മിൽ ഞാൻ വ്യത്യാസപ്പെടുത്തി കാണുന്നില്ല. എന്തിന് പരസ്പരം എതിർത്ത് നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും സമസ്തയും പോലും വ്യത്യസ്തരാണെന്ന് ഞാൻ കാണുന്നില്ല. ആത്യന്തികമായി ഇസ്ലാമികവൽക്കരണം എന്നുള്ള ആശയം വരുമ്പോൾ ഇവരെല്ലാം ഒന്നാവുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമെന്നാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. കാരണം ചരിത്രം എൻ്റെ മുൻപിൽ അതിനുള്ള നിരവധി തെളിവുകൾ ഇതിനോടകം തന്നിട്ടുണ്ട്. ഭാരതത്തിനകത്തും ഭാരതത്തിന് പുറത്തും, കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ആയി നിരവധി തെളിവുകൾ എൻ്റെ മുൻപിൽ ചരിത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനെ വിസ്മരിക്കുവാനും തള്ളിക്കളയുവാനും ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലൊന്നും ഒരു വ്യത്യാസവും കാണുന്നില്ല. ഇവർ കാലാകാലത്ത് തങ്ങൾക്ക് പ്രയോജനമുള്ള വിഡ്ഢികൾ ആരാണ് എന്നുള്ളത് തിരഞ്ഞെടുത്ത് അവരെ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. SDPIയെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും പ്രയോജനമുള്ള വിഡ്ഢികൾ LDF ആണ്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് ഏറ്റവും പ്രയോജനമുള്ള വിഡ്ഢികൾ UDF ആണ്. SDPIയുടെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു, UDFിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പ്രയോജനമുള്ള വിഡ്ഢികളായ UDF, ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രയോജനമുള്ള വിഡ്ഢികളായ UDF ഇത്തരത്തിലുള്ള ഒരു പ്രീണന നയവുമായി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അതിന് ചരിത്രപരമായിട്ടുള്ളൊരു പശ്ചാത്തലം കൂടിയുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച്. അതിലേക്ക് നമുക്ക് 3-ാമത്തെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ വരാം. ഇപ്പോൾ UDFിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ
ഞാൻ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയാറില്ല എന്ന് വി ഡി സതീശൻ നാട് മുഴുവൻ നടന്ന് പറയുന്നുണ്ട്. പക്ഷേ വി ഡി സതീശൻ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തി നാക്ക് വായിലേക്ക് ഇടുന്നതിന് മുൻപ് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറോ കുമീറോ ആരെങ്കിലും ഒരാൾ പ്രസ്താവന നടത്തുക അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. തന്നെയുമല്ല മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും പ്രസ്താവനകളുണ്ടാവും. മതം മാത്രമാണ് പ്രശ്നം, അത് ഞങ്ങളുടെ വ്യക്തിത്വമാണ്, ഞങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ്, അതുപേക്ഷിച്ച് ഒരു കളിയും ഞങ്ങൾക്കില്ല എന്ന് കെ.എം. ഷാജിയെ പോലുള്ളവർ പ്രസ്താവനയും ഇറക്കും. അതിനെ സംബന്ധിച്ച് വി ഡി സതീശൻ പൂർണ്ണമായി നിശബ്ദത പാലിക്കുകയോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഓടിയൊളിക്കുകയോ ചെയ്യും. SDP-യെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഓടിയൊളിക്കുന്നത് പോലെ തന്നെ. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് LDF-ലും UDF-ലും ഒരേപോലുള്ള ഇസ്ലാമികവൽക്കരണം നടക്കുന്നുണ്ട്. ഇത് രണ്ടും അപകടകരം തന്നെയാണ്. ഇതിലേതാണ് കൂടുതൽ അപകടകരം എന്ന് ചോദിച്ചാൽ SDP-ഐ പരസ്യമായി ആളുകളുടെ കൈയും കാലും വെട്ടുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അവർ കൂടുതൽ ഒരു തീക്ഷ്ണതയോടുകൂടി അവരുടെ ഭീകരവാദം കേരളത്തിലെ തെരുവുകളിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ അത് ചെയ്യുന്നില്ല, ഭാരതത്തിൽ അത് ചെയ്യുന്നില്ല. ചെയ്യുവാനുള്ള ശ്രമങ്ങൾ ബംഗാൾ ഉൾപ്പെടെയുള്ളിടത്തും കശ്മീർ ഉൾപ്പെടെയുള്ളിടത്തും ഇവരുടെ തന്നെ സംഘടനകൾ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള പേര് കശ്മീരിൽ പോയി പറഞ്ഞാൽ തൂക്കിയെടുത്ത് അകത്തിടും, ജയിലിടിഞ്ഞാലും പുറത്തിറങ്ങില്ല എന്നുള്ള അവസ്ഥ ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. അതിനവർ കണ്ടുവച്ചിരിക്കുന്ന ഒരു മറുമരുന്ന് എന്ന് പറയുന്നത് കശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളും തമ്മിൽ വ്യത്യാസം ഉണ്ട്. കാരണം അതിൻ്റെ ഒരു ആന്തരികമായ അർത്ഥം നിങ്ങളൊന്ന് ആലോചിക്കുക. കശ്മീരിനെ അവർ ഭാരതത്തിൻ്റെ ഭാഗമായി കാണുന്നില്ല. കാരണം ഭാരതത്തിൻ്റെ ഭാഗമായ അഖണ്ഡമായ ഭാഗമായ കശ്മീരിൽ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് ഭാരതത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമൊന്നുമില്ലത്രേ. ഭാരത സർക്കാർ തന്നെ അത് അംഗീകരിച്ചിട്ടുണ്ട്. കാരണം ഇവരുടെ ഒരു ഡോക്ട്രിൻ അല്ലെങ്കിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഇവരുടെ രജിസ്ട്രേഷൻ ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്നത് രണ്ട് വ്യത്യസ്ത സംഘടനകളായിട്ടാണ്. പക്ഷേ ആത്യന്തികമായി ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി ആയാലും അത് ഭാരതത്തിലെ മുഴുവനായി എടുക്കുമ്പോൾ കശ്മീരിലെ ഒഴികെ അതിൻ്റെ പേര് ജമാഅത്തെ ഇസ്ലാമി അൽ ഹിന്ദ് എന്നാണ്. ജമാഅത്തെ ഇസ്ലാമി അൽ ഹിന്ദ് ആയാലും ജമാഅത്തെ ഇസ്ലാമി അൽ കശ്മീർ ആയാലും ജമാഅത്തെ ഇസ്ലാമി അൽ ബംഗ്ലാദേശ് ആയാലും ജമാഅത്തെ ഇസ്ലാമി അൽ പാകിസ്ഥാൻ ആയാലും ജമാഅത്തെ ഇസ്ലാമി അൽ പാപ്പുവ ന്യൂ ഗിനി ആയാലും ഇതെല്ലാം ആത്യന്തികമായി മൗദൂദി എന്നൊരു മതഭീകരവാദിയുടെ ആശയത്തിൽ നിന്ന് തലച്ചോറിൽ ഉദിച്ച ഒരു പ്രസ്ഥാനമാണ്. അതിൻ്റെ ആശയങ്ങൾ ഇപ്പോഴും അണുവിട വ്യത്യാസമില്ലാതെ പിന്തുടരുന്ന സംഘടന തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് SDP-ഐ അവരുടെ ഭീകരവാദം തെരുവുകളിൽ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ ആശയപരമായിട്ടുള്ളൊരു ഭീകരവാദം സാംസ്കാരികമായും വിദ്യാഭ്യാസ രംഗങ്ങളിലൂടെയും നിശബ്ദമായി പ്രചരിപ്പിക്കുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അവരുമായിട്ടാണ് UDF-ൻ്റെ സഖ്യം, SDP-ഐയുമായിട്ട് LDF-ൻ്റെ സഖ്യം. ഇതാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിലും ഇപ്പോഴും നിങ്ങളോട് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതും ഇപ്പോഴും പറയുന്നതും. ഇസ്ലാമികവൽക്കരണം എന്നുള്ളത് നമ്മുടെ രണ്ട് മുന്നണികളെയും, അതായത് കേരളത്തിലെ പ്രമുഖമായ മുന്നണികൾ എന്ന് മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടുന്ന അല്ലെങ്കിൽ കേരളത്തിൽ പ്രസക്തമായ മുന്നണികളായി കഴിഞ്ഞ കുറേ കാലം മുൻപ് വരെ കേരള സമൂഹത്തിൻ്റെ മുൻപിലേക്ക് വയ്ക്കപ്പെട്ടിരുന്ന രണ്ട് മുന്നണികളെയും LDF-നെയും UDF-നെയും യഥാക്രമം SDP-ഐയുടെ രൂപത്തിലും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപത്തിലും ഇസ്ലാമികവൽക്കരണം പൂർണ്ണമായും കാർന്ന് തിന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി വരുവാൻ പോകുന്നത് SDP-ഐയുടെ ആഭ്യന്തര വകുപ്പിൻ്റെ ഭരണമാണോ ജമാഅത്തെ ഇസ്ലാമിയുടെ ആഭ്യന്തര വകുപ്പിൻ്റെ ഭരണമാണോ എന്നുള്ളത് മാത്രമേ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കേണ്ടതുള്ളൂ. പ്രൊവൈഡഡ്, അതായത് നിങ്ങൾ ഈ ഇരു മുന്നണികളിലും മാറി നിങ്ങളുടെ സമ്മതിദാനാവകാശം അർപ്പിക്കുന്ന ഒരു പ്രക്രിയയിൽ മാറ്റം കൊണ്ടുവന്നില്ലെങ്കിൽ. LDF ആയാലും UDF ആയാലും ഫലമൊന്ന് തന്നെ. ഇസ്ലാമികവൽക്കരണത്തിലേക്ക് ഒരു ചുവട് കൂടി എന്നല്ല, ഒരു 15 ചുവട് കൂടി കേരളം അടുത്ത് കൊണ്ടിരിക്കും. 2036 46 പൂർണ്ണമായും ഭാരതത്തെ ഇസ്ലാമികവൽക്കരിക്കണം എന്നുള്ള സ്വപ്നം പൊലിഞ്ഞ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ, ഞാൻ നേരത്തെ പറഞ്ഞ മൂർഖൻ ബാമിനും അണലിക്കും രാജാവ് അംബാലയ്ക്കുമൊക്കെ കേരളത്തിലെങ്കിലും അത് നടപ്പാക്കുവാനുള്ള ഒരു മാർഗം തുറന്നു കിട്ടും. അതിലവർ സന്തോഷിക്കും. നാം സന്തോഷിക്കുമോ എന്നുള്ളതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഇല്ല. 1921 മുതൽ അതിനുള്ള തെളിവുകളും ചരിത്രം നമ്മുടെ മുൻപിൽ വെച്ചിട്ടുണ്ട്. അത് കാണേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് കാണാത്ത കണ്ണുകൾ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇക്കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളിലൂടെ അറിയിക്കുക. ഒപ്പം വീണ്ടും പറയുന്നു, നാളെയാണ് തിരഞ്ഞെടുപ്പ്. പോളിംഗ് ബൂത്തിലേക്ക് എല്ലാവരും പോവുക. നിങ്ങൾ ഇടതിന് ചെയ്താലും വലതിന് ചെയ്താലും NDAയ്ക്ക് ചെയ്താലും ഇനി SDP-ഐക്ക് ചെയ്താലും സമ്മതിദാനാവകാശം ജനാധിപത്യം നിങ്ങൾക്ക് നൽകുന്ന
വളരെ മഹത്തരമായിട്ടുള്ളൊരു അവകാശമാണ്. ആ അവകാശം വിനിയോഗിക്കുക. SDPIക്ക് ചെയ്താൽ ഒരു കാര്യം പറയാം, ഏറെക്കാലം വിനിയോഗിക്കുവാൻ സാധിക്കില്ല. കാരണം ഇസ്ലാമിക രാജ്യത്ത് വോട്ടിംഗ് ഇല്ല. UAE ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ അത് ഒരു കൗതുകകരമായ തമാശ വോട്ടിംഗാണ്. ഇസ്ലാമിക നിയമം നടപ്പാക്കപ്പെടുന്ന രാജ്യങ്ങളിൽ വോട്ടിംഗ് ഇല്ല. പാകിസ്ഥാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, അതൊരു ജനാധിപത്യ രാജ്യമല്ല. അവിടുത്തെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു തിരഞ്ഞെടുപ്പുമല്ല. ജനാധിപത്യ രാജ്യത്ത് നിങ്ങൾക്ക് വിനിയോഗിക്കാവുന്ന, നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു അവകാശമാണ് നിങ്ങളുടെ വോട്ടവകാശം. അത് വിനിയോഗിക്കുക, വോട്ട് ചെയ്യാതിരിക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.